150 രൂപ കൊടുത്ത സിനിമയ്ക്ക് 5000 ഔട്ട്പുട്ട് കിട്ടൂലേ? അതിനേക്കാളും വലുത് എന്താണ്? പടം ഞാൻ ഉഷാറാണ്, നിങ്ങൾ എല്ലാവരും വന്ന് കണ്ടോളൂ. പൊളിക്ക്. നോവലിനേക്കാൾ മേലെ നിൽക്കുന്നു എന്ന് വേണം പറയാൻ. പൃഥ്വിരാജിന്റെ ഷോ ആണ് ഇതിൽ കംപ്ലീറ്റ് എന്ന് പറയുന്നത്. സാല എന്റർടൈനർ, അതിന് ഈ പടം ഒരു ആപ്റ്റ് ആയിട്ട് പറയാൻ പറ്റും. ഒരു പക്ഷേ ജെയ്ക്സ് വിജയിലെ പടം ചിലപ്പോൾ ബിലോ ആവറേജ് ആയിപ്പോയി. പുള്ളി ഗംഭീര വർക്ക് ചെയ്തുകൊണ്ട് നമുക്ക് എൻഗേജ് ചെയ്യാൻ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല അടിപൊളി സിനിമയാണ്. ആ പുസ്തകത്തിനോട് 100% നീതി പുലർത്തിയെന്ന് തന്നെ പറയാം. മലയാളത്തിലെ സ്ഫടികം, അതായത് ലാലേട്ടന്റെ സ്ഫടികം ഒന്നും കൂടെ റീക്രിയേറ്റ് ചെയ്തെടുത്ത് വെച്ചിരിക്കുന്നു. കുഴപ്പമില്ലായിരുന്നു. ക്ലൈമാക്സ് ഒക്കെ എത്തിയപ്പോൾ ഒട്ടും ക്ലാരിറ്റി ഇല്ലാതായിരുന്നു. സ്ക്രിപ്റ്റ് ഭയങ്കര വീക്കാണ്. കുഴപ്പമില്ല. എങ്ങനെയുണ്ടായിരുന്നു? എനിക്ക് വളരെ ഫ്ലാറ്റ് ആയിട്ടാണ് തോന്നിയത്. സെക്കൻഡ് ഹാഫ് എങ്ങനെയാണ്? സെക്കൻഡ് ഹാഫ് മൊത്തത്തിൽ ഫ്ലാറ്റ് ആയിട്ടാണ് തോന്നിയത്. അത്രേ ഉള്ളൂ. സെക്കൻഡ് ഹാഫ് ഒക്കെ വർക്കൗട്ട് ആയോ? സെക്കൻഡ് ഹാഫ് കുറച്ച് ബോറായിരുന്നു, എന്നാലും കുഴപ്പമില്ല. 3 മണിക്കൂർ ലെങ്ത് ആയതിനെ കൊണ്ടാണോ പ്രശ്നം? ഇല്ല കുഴപ്പമൊന്നുമില്ല, നല്ല പടം. കണ്ടോണ്ടിരിക്കാം ബ്രോ. ആവറേജ് പടമാണ്. ജസ്റ്റ് ഫസ്റ്റ് ഹാഫ് ഒക്കെ അടിപൊളി, നല്ലൊരു ഇന്റർവൽ പഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഷമീ തിലകനും പൃഥ്വിരാജ് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്തോ എനിക്ക് ഫസ്റ്റ് ഹാഫ് മാത്രമേ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടുള്ളൂ. സെക്കൻഡ് ഹാഫ് വന്നിട്ട് ചെറിയ ലാഗ് ഉണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫിൽ എന്ത് പ്രശ്നം പറ്റി? സെക്കൻഡ് ഹാഫിൽ അങ്ങനെ പറഞ്ഞ സ്പോയിലർ ആയപ്പോൾ ജസ്റ്റ് അവർ തമ്മിലുള്ള ഇതാണ് വരുന്നത്. ചെറിയ ലാഗും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ആവശ്യമില്ലാത്ത കുറെ സീനൊക്കെ വെച്ചിട്ടുണ്ട് എൻ്റെ അകത്ത്. ഒരു കാര്യമില്ല, ഒരുപാട് കുറെ സീനെ വലിച്ചു നീട്ടിയിട്ടുണ്ട്. ഇല്ല, സുരാജ് കൊള്ളാം, സുരാജൊക്കെ നൈസ് ആയിരുന്നു. പക്ഷേ ഞാൻ പറയട്ടെ, ഭയങ്കര ലെങ്ത് വന്നു പടം. അപ്പോൾ നമുക്ക് ബോറടിക്കും. സെക്കൻഡ് ഹാഫ് നല്ല ബോറടിക്കും. പിന്നെ ഫസ്റ്റ് ഹാഫ് ആയതുകൊണ്ടായിരുന്നു. ഫസ്റ്റ് ഹാഫ് വേറെ ലെവൽ, കണ്ടോണ്ടിരിക്കുക. ജസ്റ്റ് ആവറേജ് പടം. ഇതിനകത്ത് നമ്മൾ കണ്ടതിൽ വെച്ചിട്ട് എനിക്ക് അങ്ങനെ അത്ര പറ്റിയില്ല. ഞാൻ കുറച്ചും കൂടി എക്സ്പെക്ട് ചെയ്ത് വന്നായിരുന്നു. അതിനനുസരിച്ചാണ് വന്നില്ല. ഫസ്റ്റ് ഹാഫ് കഥ ബിൽഡ് ചെയ്ത് വന്നപ്പോൾ സെക്കൻഡ് ഹാഫ് അത്യാവശ്യം നന്നാവും കരുതി. സെക്കൻഡ് ഹാഫ് പോരായിരുന്നു. ക്ലൈമാക്സ് BGM ഉള്ളായിരുന്നു. മൊത്തത്തിലൊരു കൂട്ടിക്കുഴച്ച് വെച്ച മാതിരി തോന്നി. ബ്രോ, സിനിമ ആക്ച്വലി ഒരു എബോവ് ആവറേജ് എക്സ്പീരിയൻസ് ആയിരുന്നു. കൊള്ളാം, വൺ ടൈം വാച്ചബിളാണ്. ആസ് എ പൃഥ്വിരാജ് ഫാൻ ആയതുകൊണ്ടായിരിക്കും എനിക്ക് ഇത്രയും കുഴപ്പമില്ലാതെ തോന്നിയത്. കുറേ പേര്, എൻ്റെ ഒരു ഫ്രണ്ട് വന്ന് പുള്ളിക്കാരൻ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ പല റിവ്യൂസാണ്. ഫസ്റ്റ് ഹാഫ് അടിപൊളി, ഉഗ്രം ഫസ്റ്റ് ഹാഫ് ആയിരുന്നു. തിയേറ്ററിൽ തന്നെ കാണാനുള്ളൊരു ഉണ്ട് പടത്തിന് മൊത്തത്തിൽ. പിന്നെ സെക്കൻഡ് ഹാഫ് കുറച്ച് അനാവശ്യ സീനൊക്കെ ഒഴിവാക്കായിരുന്നു. ബട്ട് ഓവറോൾ ബുക്കിനെ ബേസ് ചെയ്തായതുകൊണ്ട് മൊത്തത്തിൽ നല്ലൊരു മാസീവായിട്ടുള്ള പുള്ളിക്കാരൻ ഡബിൾ മോഹൻ ക്യാരക്ടർ നല്ല വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. ഓവർ വാക്കിയില്ല, അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. മൊത്തത്തിൽ അടിപൊളിയായിട്ട് പൃഥ്വിരാജ് ക്യാരക്ടർ. പിന്നെ ഷമീ തിലകന്റെ ക്യാരക്ടറിനെ പറ്റി പറയുകയാണെങ്കിൽ അത്യുഗ്രം ക്യാരക്ടർ. രണ്ടുപേരും അഭിനയം വൈസ് എല്ലാവരും അടിപൊളിയായിരുന്നു. എല്ലാം മൊത്തത്തിൽ കൊള്ളായിരുന്നു. പക്ഷെ എന്തോ ഒരു പോരായ്മ സെക്കൻഡ് ഹാഫ് ആയ. പൃഥ്വിരാജിന്റെ ഫാനാണോ? ഇഷ്ടപ്പെട്ട സിനിമ ഫുൾ ഇഷ്ടപ്പെട്ടു. സെക്കൻഡ് ഹാഫ് ഒന്നും ലാഗ് അടിച്ചില്ലല്ലോ. പുള്ളിക്കാരന്റെ സ്ക്രീൻ പ്രസൻസ് ഒക്കെ എങ്ങനെയായിരുന്നു? പൃഥ്വിരാജിന്റെ എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്തായിരുന്നു. എല്ലാവർക്കും ഒന്ന് കാണാൻ പറ്റുന്ന സെറ്റപ്പ് മൂവി. സെക്കൻഡ് ഹാഫ് ഒക്കെ കിടക്കി പൊളിയാണ്. പൃഥ്വിരാജിന് നല്ല മാസ്. കുറെ നാളെ പൃഥ്വിരാജ് നമ്മൾ ഇത്രയും മാസീവായിട്ട് കണ്ടിട്ട്. എന്നോട് ഇങ്ങനെ പുറകെ വെക്കില്ല, ഞാൻ പോവാ. പക്ഷെ എപ്പോഴാണ് സംഗതി ഉഷാറായിട്ടുണ്ട്. മാസ് പടം തന്നെയാണ്, എല്ലാവർക്കും വന്ന് കാണാൻ. സ്ക്രീൻ പ്രസൻസ് ഒക്കെ എങ്ങനെയുണ്ട്? ഏതാണ് സ്ക്രീൻ പ്രസൻസ്? പൃഥ്വിരാജ് പൊളിച്ചു. ഉഷാറാണ്. ഷമ്മി തിലകനായിട്ടുള്ള ഒരു കോമ്പിനേഷൻ സീൻസ് ഒക്കെ ആരായിരുന്നില്ല. പക്ഷെ പടം ഞാൻ ഉഷാറാണ്, നിങ്ങൾ എല്ലാവരും വന്ന് കണ്ടോളൂ. പൊളിക്ക്. ഓക്കെ, നല്ല പടം, വളരെ നല്ല പടം. നല്ല എഴുത്ത്, ഇന്ദുഭവൻ എൻ്റെ എഴുത്ത് നല്ലത്. അപ്പോൾ നമ്മുടെ ജയൻ നമ്പ്യാരുടെ ഡയറക്ഷൻ, പൃഥ്വിരാജിൻ്റെ അഭിനയം എല്ലാം കൊണ്ടും ജെക്സ് ബിജോയുടെ മ്യൂസിക് എല്ലാം അടിപൊളിയായിട്ടുണ്ട്. വളരെ നല്ല പടം. തീർച്ചയായിട്ടും എല്ലാവരുടെയും അഭിനയം, ഷമ്മി തിലകൻ മാത്രമല്ല എല്ലാവരും, നായികയും നടനും അഭിനയിച്ച എല്ലാവരും അടിപൊളി. തീർച്ചയായും നോവൽ വായിച്ചിട്ടാണ് ഇത് കാണാൻ പറ്റുന്നത്. നോവലിനോട് നീതി പുലർത്തിയോ? നോവലിനേക്കാൾ മേലെ നിൽക്കുന്നു എന്ന് വേണം പറയാൻ. നോവല് ഒരു വായനാനുഭവം. നോവലും മികച്ചതാണ്, അതുപോലെ സിനിമയും മികച്ചതാണ്. രണ്ടും. സാധാരണ നോവൽ സിനിമ ആക്കുമ്പോഴത്തേക്ക് എല്ലാവരും പറയാറുള്ളത് നോവലാണ് മികച്ചത്, സിനിമ അത്രത്തോളം എത്തിയില്ലെന്നാണ്. പക്ഷേ ഇത് രണ്ടും അതിൻ്റെതായ രീതിയിൽ മികച്ചതാണ്. കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല അടിപൊളി സിനിമയാണ്. ആ പുസ്തകത്തിനോട് 100% നീതി പുലർത്തിയെന്ന് തന്നെ പറയാം. ഇന്ദുഗോപൻ എന്ന എഴുത്തുകാരന്റെ വലിയൊരു ഫാനും കൂടി ആയതുകൊണ്ട് വളരെയധികം സിനിമ കണ്ടപ്പോൾ നമുക്ക് സച്ചിയെ മിസ് ചെയ്തു. ഉറപ്പായിട്ടും ഞങ്ങൾ കഴിഞ്ഞിറങ്ങി വന്നപ്പോഴും അതാണ് പറഞ്ഞത്. സച്ചി എന്ന സംവിധായകന്റെ കണ്ണിലൂടെ ഈ സിനിമ ഇതിലും മനോഹരമായിരുന്നു. സച്ചിയാണ് ഒരുപക്ഷെ എടുത്തതെങ്കിൽ പൃഥ്വിരാജും മാഷും എല്ലാ കഥാപാത്രങ്ങളും ഇതിലും മനോഹരമായെന്ന് തോന്നിയിട്ടുണ്ട്. കാരണം പൃഥ്വിരാജ്, പ്രത്യേകിച്ചും സച്ചിയുടെ ക്യാമറ കണ്ണുകളിലൂടെ പൃഥ്വിരാജിന് എപ്പോഴും ഒരു ഭയങ്കര ഭംഗിയുണ്ട്. അപ്പോൾ അങ്ങനെ തോന്നിയിട്ടുണ്ട്. ക്യാരക്ടറിനോട് 100% നീതി പുലർത്തി.
പൃഥ്വിരാജ് 101% നീതി പുലർത്തിയെന്ന് തന്നെ എനിക്ക് തോന്നി. കാരണം എക്സ്ട്രാ ഓവർ എക്സ്പ്രഷൻസ് ഒന്നുമില്ല. എല്ലാ ഇമോഷൻസും, പ്രത്യേകിച്ചും ഡീപ്പായിട്ടുള്ള ഇമോഷൻസ് എല്ലാം ഭയങ്കര മെച്ചുവേർഡായിട്ട് ഭയങ്കരമായിട്ട് സൂപ്പറായിട്ടാണ്. ഒരു ആവറേജ് പടം, ഒരു വലിയൊരു നമ്മളൊരു ബ്ലോക്ക് ബസ്റ്റർ പ്രതീക്ഷിക്കേണ്ട ഒരു എന്താ പറയുക, ഒരു ആവറേജ് പൃഥ്വിരാജ് പടം. പക്ഷേ ഒരു കംബാക്ക് ഒന്നും അങ്ങനെയൊന്നും പറയില്ല. പക്ഷേ ഷമ്മി തിലകൻ പെർഫോമൻസ് അടിപൊളി. ഷമ്മി തിലകൻ്റെ ഒക്കെ അടിപൊളി പെർഫോമൻസ് ആണ്. പൃഥ്വിരാജിൻ്റെ പെർഫോമൻസ് അടിപൊളിയാണ്. നടിയുടെ പുള്ളിക്കാരുടെ പെർഫോമൻസ്, നല്ല മേക്കിംഗ്, നല്ല അത്യാവശ്യം നല്ലൊരു കഥ. പിന്നെ കുറച്ച് റിയലിസ്റ്റിക് ആയിട്ടുള്ള കുറച്ച് നമ്മൾ വിശ്വസിക്കണം കുറച്ച് കാര്യം. മല കയറാ, കുത്ത്, VFX ഒക്കെ കുഴപ്പമില്ല, കൊള്ളാം, നല്ല വർക്ക്. അവരെയൊന്നും കുറ്റം പറയാൻ നമുക്ക് പറ്റില്ല. അവരുടെ വർക്ക് അവർ ചെയ്തിട്ടുണ്ട്, നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്, നല്ല എഫക്റ്റും നല്ല രസമുണ്ട് കാണാൻ. ഒരു വൺ ടൈം വാച്ച്. പൃഥ്വിരാജിന്റെ ഷോ ആണ് ഇതിൽ കംപ്ലീറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? തകർത്ത് പൊളിച്ചെടുക്കാനായിട്ടൊന്നും അങ്ങനെയൊന്നുമില്ല. ആവറേജ് പടമെന്നേ പറയാനുള്ളൂ. പിന്നെ എടുത്ത് പറയാനുള്ളതെന്ന് പറയുന്നത് ശബരിമല ശാസ്താവ് അയ്യപ്പനാണ്. ഏറ്റവും നല്ല മലയെന്ന് പറയുന്നത് ശബരിമലയാണ്. അപ്പോൾ ശബരിമലയിൽ അയ്യപ്പനാണെങ്കിൽ പൃഥ്വിരാജിന് ചൈതന്യമലയാണ്. അതുകൊണ്ട് പ്രമരത്തിൽ ലാലേട്ടന് പോലും ഈ വലിയ മലയ്ക്കകത്ത് വണ്ടി ഓടിച്ച് കയറ്റാൻ പറ്റിയിട്ടില്ല. പക്ഷേ പൃഥ്വിരാജിന് ഇത്രയും കഴിവ്, അത് ആ ഒരു പെണ്ണിൻ്റെ പേര് ചൈതന്യമലയിൽ ഓടിച്ച് എത്തിയെന്ന് പറയുന്നത് ഒരു പ്രത്യേക കഴിവ് തന്നെയാണ്. മലയാളത്തിലെ സ്ഫടികം, അതായത് ലാലേട്ടൻ്റെ സ്ഫടികം ഒന്നും കൂടെ റീക്രിയേറ്റ് ചെയ്തെടുത്ത് വെച്ചിരിക്കുന്നു. അത്രേ ഉള്ളൂ. പിന്നെ നമുക്ക് ആവറേജ് പണം കണ്ടുകൊണ്ടിരിക്കാം. തിയേറ്ററിൽ സെക്കൻഡ് ഹാഫ് ഒക്കെ ഗൂസ് ബംസ് ആണ്. സെക്കൻഡ് ഹാഫ് അങ്ങനെ വലുതായിട്ടൊന്നുമില്ല. പിന്നെ 2 സ്റ്റണ്ടുണ്ട്. 2 സ്റ്റണ്ടിൽ ഫസ്റ്റ് സ്റ്റണ്ട് എന്ന് പറയുന്നത് ലാലേട്ടനെ പോലെ ഒത്തില്ല. രണ്ടാമത്തെ സ്റ്റണ്ട് എന്ന് പറയുന്നാലും പല രീതിയിലും ലാലേട്ടൻ്റെ പല ഷോകളും കാണിക്കാൻ തോന്നി. പക്ഷേ അതൊന്നും ഒത്തു വന്നിട്ടില്ല. നല്ല സിനിമയാണ്. പൃഥ്വിരാജിൻ്റെ ഒരു തിരിച്ചറിവ് ഇതിൽ കാണുന്നു. പൃഥ്വിരാജിന് വേറെ 2-3 സിനിമ ഇനിയുണ്ട്. പക്ഷേ ഈ ഒരു സിനിമ അദ്ദേഹത്തിനെ വീണ്ടും തിരിച്ചു കൊണ്ടുവരാനുള്ള, അങ്ങനെ അദ്ദേഹം ഒരിടത്തും പോയിട്ടൊന്നുമില്ല. എല്ലാ കഥാപാത്രങ്ങളെയും എടുക്കുന്നത് മാത്രമേ അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത. ഏത് കഥാപാത്രം അദ്ദേഹത്തിന് വഴങ്ങും. ഇതിൽ പറയുന്ന ഓരോ ഭാഗങ്ങളും അദ്ദേഹം എന്ത് ഭംഗിയായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നതാണ്. സോ അല്ലേലും എനിക്ക് പൃഥ്വിരാജിനെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാൻ ആ നോവൽ വായിച്ച ആളാണ്. ആ നോവൽ വായിച്ചിട്ട് ഈ സിനിമ കണ്ടെന്നുമ്പോൾ ആ നോവലിലെ അതിനെ ഞാൻ അതേപോലെ ദൃശ്യമായി. ഷമ്മി തിലകൻ എന്താ അഭിനയം ഇതില്. സോ എനിക്ക് ഇഷ്ടമുള്ള അതാണ് തിലകൻ്റെ അതേ ആ സ്ഫടികത്തിലെ കഥാപാത്രത്തെ പോലെ വടിയെടുത്ത് ഇങ്ങനെ കാണിക്കുമ്പോഴേ ഇത് പെർഫെക്റ്റ് ആണെന്ന് അറിയുമോ. സെക്കൻഡ് ഹാഫ് ഒക്കെ തിയേറ്ററിൽ ഭയങ്കര ഗൂസ് ബംസ്. നല്ല ഞാൻ പിന്നെ തിയേറ്റർ ഞാൻ സെലക്ട് ചെയ്തതും സീറ്റ് സെലക്ട് ചെയ്യണോണ്ട് എനിക്കത് കംഫർട്ടാണ്. ഇരുന്ന് കാണുമ്പോൾ ഒരു നല്ല ഒരു അവസ്ഥയാണ്. അതുകൊണ്ടാണ് സിനിമ കണ്ടിറങ്ങും ഫുള്ളി സാറ്റിസ്ഫൈഡ് ആവും. ഇതിനെന്ത് പ്രശ്നം? ഇതിലിപ്പോൾ ഞാൻ ചോദിക്കണത് ഇതിനാകെ 150 രൂപ 200 രൂപ ഈ സിനിമയ്ക്ക് കൊടുത്തത് 5000 രൂപ കിട്ടും. പോരെ 150 രൂപ കൊടുത്ത സിനിമയ്ക്ക് 5000 ഔട്ട്പുട്ട് കിട്ടൂലേ? അതിനേക്കാളും വലുത് എന്താണ്? നല്ല BGM ആണ്. നല്ല എന്താ പറയുക, ഒരു മാസ് മസാല എൻ്റർടൈനർ. റീസെൻ്റ് ആയിട്ട് മലയാളം മൂവീസിൽ വന്നിട്ടില്ല മസാല എൻ്റർടൈനർ. അതിന് ഈ പടം ഒരു ആപ്റ്റായിട്ട് പറയാൻ പറ്റും. ഇൻ പേഴ്സൺ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് ഇതിലൊരു 4x4 കാണിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഹില്ലിൽ കയറുന്ന ഒരു സീനുണ്ട്. അതിൽ BGM ക്ലാസ് ആണ് കേട്ടോ. ഇൻ പേഴ്സൺ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ BGM ഒരു രക്ഷയില്ല. അത് ഫൈറ്റിൻ്റെ ആയിരുന്നാലും ആ ജീപ്പിൻ്റെ സീക്വൻസ് ആയിരുന്നാലും പിന്നെ ഇതിലൊരു രാജപാളയം കാണിക്കുന്നുണ്ട്. അവനും ശരിക്കും ഒരു ഹ്യൂമൻ്റെ ആക്ടിങ് പോലെ അവൻ സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. ഷമ്മി തിലകൻ്റെ ആക്ടിങ്, പുള്ളിക്കാരൻ ഫസ്റ്റ് കുറച്ച് സീൻസിലൊക്കെ കാണിക്കും. എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് ആൾ ചെയ്തിട്ടുണ്ട്. നല്ല ആക്ച്വലി ലാഗ് അല്ല ഫീൽ ചെയ്തത്. നമ്മൾ ഒബ്വിയസ്ലി ടൈം നോക്കുമല്ലോ. ഇതിപ്പം ഓൾമോസ്റ്റ് നിയർ ടു 3 hours ആയിട്ട് മൂവി തീരുന്നില്ല. ലാഗായിട്ട് അങ്ങനെ പേഴ്സണലി ഫീൽ ചെയ്തില്ല. പക്ഷേ ഭയങ്കര ലെങ്ത് ആയിട്ട് തോന്നി. തീരുന്നില്ല, ഇത് എവിടെ കൊണ്ടേ അവസാനിക്കും എന്നുള്ള രീതി. പിന്നെ അൺവാണ്ടഡ് ആയിട്ട് കുറേ ക്യാരക്ടേഴ്സ് ഇതിലുള്ള ഒരു ഫീൽ ഉണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ സുരാജ് വെഞ്ഞാറമൂടിൻ്റെയൊക്കെ ക്യാരക്ടർ ഇതിൽ ആവശ്യമേ ഇല്ല എന്ന് തോന്നിപ്പോയി. ബിക്കോസ് അൺവാണ്ടഡ് ആയിട്ട് ആ ഒരു ക്യാരക്ടറിനെ കൊണ്ടുവന്ന് അതിൽ സീൻ കൊടുത്ത പോലത്തെ ഒരു ഫീൽ. കൊള്ളാം. കാരണം ഈ ഇടുക്കി സിനിമാറ്റോഗ്രഫി അടിപൊളി. ഇടുക്കി റേഞ്ച് മറയൂരൊക്കെ നല്ല ഭംഗിക്ക് കാണിച്ചിട്ടുണ്ട്. പിന്നെ വിഷ്വലി നല്ല രസമുണ്ട് കണ്ടുകൊണ്ടിരിക്കുക. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഇച്ചിരി അൺവാണ്ടഡ് സീനും ഡ്രാഗൊക്കെ എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ വാച്ചബിൾ എന്ന് പറഞ്ഞത്. ഇല്ലെങ്കിൽ ഞാനൊരു ഗ്രേറ്റ് സിനിമ എന്ന് പറഞ്ഞാൽ. പിന്നെ പൃഥ്വി നന്നായിട്ട് ചെയ്തിട്ട്. കാരണം എനിക്ക് ഏറ്റവും പെടുത്തത് നമ്മൾ പൃഥ്വിരാജിനെ എപ്പോഴും പറയും പുള്ളി ഭയങ്കര സ്റ്റൈലിഷ് ആക്ടറാണ്, ഒരു ഹോളിവുഡ് ലുക്കുള്ള നടനാണ്. പക്ഷേ ആ ഒരു നടനെ വെച്ച് ഇങ്ങനെ ഒരു റൂറൽ മാസ് ഹീറോ ഗെറ്റപ്പൊക്കെ നന്നായിട്ട് ആ ഡ്രസ്സും കോസ്റ്റ്യൂമും മേക്കപ്പൊക്കെ നല്ല രസമായിട്ട് പുള്ളി ചെയ്യുന്നുണ്ട്. കണ്ട ഒരു ഡബിൾ മോഹൻ എന്ന് പറഞ്ഞൊരു പക്ക
ഒരു റൂറൽ ആയിട്ടുള്ള ഒരു ടിപ്പിക്കൽ ഹീറോ ലുക്കിലേക്ക് വന്നിട്ടുണ്ട്. പിന്നെ ഷമ്മി തിലകൻ നല്ല പെർഫോമൻസ് ആണ് പുള്ളിയുടെ. നമുക്ക് സിനിമ കാണുമ്പോൾ സച്ചി മിസ് ചെയ്യുന്നുണ്ടോ? സച്ചിയെ തീർച്ചയായിട്ടും മിസ് ചെയ്യുന്നുണ്ട്. സച്ചിയുടെ ഡ്രീം പ്രോജക്റ്റ് എന്നാണ് പറഞ്ഞത്. പക്ഷേ സച്ചി ചെയ്തിരുന്നത് ചിലപ്പോൾ കുറച്ചുകൂടെ ബെറ്റർ ആയാനെ, അയ്യപ്പൻ കോശി റേഞ്ച് വന്നേനെ. പക്ഷേ ഇത് അത്രയും വന്നിട്ടില്ലെങ്കിലും കൊള്ളാം. ഇടയ്ക്കിടയ്ക്ക് കുറച്ച് അൺവാണ്ടഡ് മൊമെന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന പടം. പക്ഷേ കൊള്ളാം, കണ്ടിരിക്കാം. പിന്നെ ജെയ്ക്സ് ബിജോയുടെ കാര്യം എടുത്ത് പറയണം. പുള്ളിയാണ് ഈ പടത്തിന്റെ ആത്മാവെന്ന് പറയാം. കാരണം കിട്ടില്ല BGM വർക്ക് അടിപൊളി. എസ്പെഷ്യലി ബുദ്ധൻ ശരണ ഗജാമി എന്നൊക്കെ പറയുന്ന സാധനം ഉണ്ട്. കാരണം നല്ല രസം. കാരണം നമ്മളൊരു ആവറേജ് സീനുകളെയൊക്കെ പുള്ളിയുടെ മ്യൂസിക് വെച്ച് എങ്ങനെ പിക്കപ്പ് ചെയ്യാൻ നമുക്ക് മനസ്സിലാകും. കാരണം ആ മ്യൂസിക് വരുമ്പോൾ നമുക്ക് ഒരു ഹൈ തോന്നും, നമ്മൾ കൈയടിക്കാൻ തോന്നും. അപ്പോൾ ഒരു പക്ഷേ ജെയ്ക്സ് ബിജോയിലെ പടം ചിലപ്പോൾ ബിലോ ആവറേജ് ആയിപ്പോൾ പുള്ളി ഗംഭീര വർക്ക് ചെയ്തുകൊണ്ട് നമുക്ക് എൻഗേജ് ചെയ്യാൻ. ഇറ്റ്സ് എ ഗ്രേറ്റ് ഫിലിം എന്ന് ഞാൻ പറയുന്നില്ല, മോശം സിനിമ എന്നും പറയുന്നില്ല, ആവറേജ് എന്നും പറയുന്നില്ല, ഒരു എബോ ആവറേജ്. വാച്ച് തിയേറ്ററിൽ നിന്ന് കാണാം. ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു? പൃഥ്വിരാജിന്റെ പെർഫോമൻസ് കിട്ടില്ല? നോവലിനോട് നീതി പുലർത്തിയോ? കുഴപ്പമില്ല, നല്ലായിരുന്നു. സെക്കൻഡ് ഹാഫ് എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല. സെക്കൻഡ് ഹാഫ് ലെങ്തി ആയിട്ട് ഫീൽ ചെയ്തോ? ഫസ്റ്റ് ഹാഫിനെക്കാളും ഒരു ഇതായിരുന്നു സെക്കൻഡ് ഹാഫ്. സെക്കൻഡ് ഹാഫ് ഒരു ഇങ്ങനെയായിരുന്നു. ഉറക്കം വന്നു സെക്കൻഡ് ഹാഫ്? ഇല്ല, അത്ര പ്രശ്നമില്ല. എന്നാലും ഫസ്റ്റ് ഹാഫിനെക്കാളും വൺ ടൈം വാച്ചബിൾ അല്ലേ? അത് കുഴപ്പമില്ല.